Role of pheromones and chemical signaling in wildlife. വന്യജീവികളിൽ ഫിറമോണുകളുടെ റോളും അല്ലെങ്കിൽ അവയുടെ ഉപയോഗവും അതുമൂലം ജീവജാലങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ അവ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത്. ഇങ്ങനെ ഫിറമോണുകളും അവ തമ്മിലുള്ള ആശയവിനിമയവും എന്ന വിഷയമാണ് റോൾ ഓഫ് ഫിറമോൺസ് ആൻഡ് കെമിക്കൽ സിഗ്നലിംഗ് ഇൻ വൈൽഡ് ലൈഫ് എന്ന ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിശദാംശങ്ങൾ. നമുക്ക് ഫിറമോണുകൾ എന്താണെന്ന് നോക്കാം. ഫിറമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ്ഡ് ബൈ ആനിമൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരേ വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങൾക്കിടയിൽ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസപദാർത്ഥങ്ങളെയാണ് ഫിറമോണുകൾ എന്ന് പറയുക. ദീസ് കെമിക്കൽസ് ട്രിഗർ സ്പെസിഫിക് ബിഹേവിയർ ഓർ ഫിസിയോളജിക്കൽ റെസ്പോൺസ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസപദാർത്ഥങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പ്രതികരണമോ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു. ഫിറമോൺസ് ഹെൽപ്പ് ഇൻ റീപ്രൊഡക്ഷൻ, മാർക്കിംഗ് ടെറിട്ടറി, ഫൈൻഡിങ് ഫുഡ് ആൻഡ് വാർണിംഗ് അബൌട്ട് ഡേഞ്ചർ. സാധാരണയായിട്ട് ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ പരിശോധിച്ചാൽ റീപ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് പ്രത്യുൽപാദനം നടത്തുന്നതിന് വേണ്ടി ഫിറമോണുകളുടെ ഉപയോഗം ജീവജാലങ്ങൾക്കിടയിൽ ഉണ്ട്. അതുപോലെ മാർക്കിംഗ് ടെറിട്ടറി, ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടുകൾ കൃത്യമായി അതിർത്തി നിർണ്ണയിക്കുന്നതിന്, ടെറിട്ടറി നിർണ്ണയിക്കുന്നതിനായി ഫിറമോണുകൾ ഉപയോഗിക്കാറുണ്ട്. ഫൈൻഡിങ് ഫുഡ്, ഭക്ഷണം കണ്ടെത്തുന്നതിനായി ഫിറമോണുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അപകടം തിരിച്ചറിയുന്നതിനും അപകടം മറ്റ് സെയിം സ്പീഷീസിലുള്ള ജീവജാലങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഫിറമോണുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ടൈപ്സ് ഓഫ് കെമിക്കൽ സിഗ്നലിംഗ് ഇൻ വൈൽഡ് ലൈഫ് എന്ന വിഭാഗത്തിലേക്ക് വരാം. ഏതൊക്കെ തരത്തിലുള്ള കെമിക്കൽ സിഗ്നലിംഗ് ആണ് അല്ലെങ്കിൽ ഫിറമോണുകൾ ഉപയോഗിച്ച് ഏതൊക്കെ തരത്തിലാണ് ജീവജാലങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതാണ് ടൈപ്സ് ഓഫ് കെമിക്കൽ സിഗ്നലിംഗ് ഇൻ വൈൽഡ് ലൈഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കെമിക്കൽ സിഗ്നലിംഗ് ഇൻ ആനിമൽസ് ഒക്കേഴ്സ് ത്രൂ ഫിറമോൺസ് ആൻഡ് അതർ കെമിക്കൽ സബ്സ്റ്റൻസസ്. കെമിക്കലുകൾ ഉപയോഗിച്ച് സിഗ്നൽ നടത്തുക, പ്രത്യേകിച്ച് കണ്ണുകളില്ലാത്ത ജീവജാലങ്ങൾ, ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റാത്ത ജീവജാലങ്ങൾ തുടങ്ങിയവയിൽ കെമിക്കലുകൾ ഉപയോഗിച്ച് മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എല്ലാ ജീവജാലങ്ങളിലും ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഉണ്ട്. ദീസ് സിഗ്നൽസ് ആർ ക്രൂഷ്യൽ ഫോർ സർവൈവൽ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിറമോണുകൾ എന്ന് പറയുന്ന രാസപദാർത്ഥങ്ങൾ ഒരു ജീവിയുടെ സർവൈവൽ, അതിൻ്റെ നിലനിൽപ്പിനും സോഷ്യൽ ഇൻട്രാക്ഷൻ, അതിൻ്റെ പരസ്പരമുള്ള ബന്ധപ്പെടലിനും ആവശ്യം വേണ്ടുന്ന ഒരു പദാർത്ഥം തന്നെയാണ്. ഫിറമോണുകളെ പല തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അവയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 തരത്തിലുള്ള ഫിറമോണുകളായിട്ട് ജീവജാലങ്ങളിലെ ഫിറമോണുകളെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫിറമോണുകളെ നമ്മൾ റിലീസർ ഫിറമോൺ എന്നാണ് പറയുന്നത്. കോസ് ആൻ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഇൻ അനദർ ആനിമൽ. പെട്ടെന്ന് ഒരു ജീവിയിൽ പ്രതികരണം ഉണ്ടാക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിറമോണുകളെയാണ് റിലീസർ ഫിറമോണുകൾ എന്ന് പറയുക. ഓഫൺ യൂസ്ഡ് ഫോർ മേറ്റിംഗ്, അഗ്രഷൻ ഓർ അലാം. ഈ പെട്ടെന്നുള്ള പ്രതികരണം ഒന്നുകിൽ ഇണയെ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രതികരണം അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നതിനോ, അഗ്രഷൻ പോലെയുള്ള ബിഹേവിയർ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അലാം അല്ലെങ്കിൽ അപകടം തിരിച്ചറിയുന്നതിനോ വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിറമോണുകളെയാണ് റിലീസർ ഫിറമോണുകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മോത്ത് വളരെ നല്ലൊരു എക്സാമ്പിളാണ്. ഫീമെയിൽ മോത്ത്സ് റിലീസ് സെക്സ് ഫിറമോൺസ് ടു അട്രാക്ട് മെയിൽസ്. വളരെ ദൂരെ നിന്ന് തന്നെ മെയിലിനെ അട്രാക്റ്റ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതായത് കിലോമീറ്ററോളം ദൂരത്ത് നിന്ന് പോലും ഫീമെയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിറമോണുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മെയിൽ മോത്തുകൾ അല്ലെങ്കിൽ നിശാശലഭങ്ങൾ ഫീമെയിലിൻ്റെ അടുത്തേക്ക് വളരെ വേഗം എത്തിപ്പെടുന്നു. ഇത് ഒരു റിലീസർ ഫിറമോണിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ആൻസിൻ്റെ ട്രെയിൽ ഫിറമോൺസ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ട്രെയിൽ ഫിറമോണുകളാണ്. അതായത് ഇതൊരു ആൻഡ് അതിൻ്റെ കൂടിൽ നിന്നും പുറത്തേക്കിറങ്ങി ഭക്ഷണം കണ്ടെത്താനായിട്ട് പോകുന്ന വഴിയിൽ അത് ഫിറമോണുകൾ ഇട്ട് തന്നെ പോകും. ഭക്ഷണം കണ്ടെത്തി അത് അതിൻ്റെ കൂട് അല്ലെങ്കിൽ ഹൈവ്
അതിൻ്റെ നെസ്റ്റ് എവിടെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉള്ള വഴി കണ്ടെത്താനായിട്ട് ഈ ഫിറമോണുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പിന്നീട് മറ്റ് ആൻറ്റുകൾക്ക് അല്ലെങ്കിൽ ഉറുമ്പുകൾക്കും ആദ്യം പോയ ഉറുമ്പ് ഇട്ടുപോയ ഫിറമോണിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഫിറമോണിൻ്റെ ഗന്ധം മനസ്സിലാക്കി ഭക്ഷണമുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഫുഡുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാനും തിരിച്ച് അതിൻ്റെ നെസ്റ്റിലേക്ക് എത്തിപ്പെടാനും ഇത്തരം ഫിറമോണുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിറമോണുകളെയാണ് നമ്മൾ റിലീസർ ഫിറമോണുകൾ എന്ന് പറയുക. രണ്ടാമത്തത് പ്രൈമർ ഫിറമോണുകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ വരുന്ന ഫിറമോണുകളാണ്. കോസ് ലോങ് ടേം ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓർ ഫിസിയോളജി. ആദ്യത്തേത് റിലീസർ ഫിറമോൺ വളരെ വേഗത്തിലുള്ള ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ പ്രൈമർ ഫിറമോണുകൾ ലോങ് ടേം ചേഞ്ചസ് ആണ്. ദീർഘനാൾ ഒരു ജീവിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഫിറമോണുകളെയാണ് നമ്മൾ പ്രൈമർ ഫിറമോണുകൾ എന്ന് പറയുക. ഓഫൺ റിലീസ്ഡ് ടു റീപ്രൊഡക്ഷൻ ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. ഇത് പ്രത്യുൽപാദനം നടത്തുന്നതിന് വേണ്ടിയിട്ടോ ഒരു സോഷ്യൽ സ്ട്രക്ചർ സാമൂഹ്യ ഘടന നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനോ വേണ്ടിയിട്ടാണ് ഇത്തരം ഫിറമോണുകൾ ജീവജാലങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. അതിന് നല്ലൊരു എക്സാമ്പിളാണ് ഹണി ബീയിലെ ക്യൂൻ ബീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകൾ. റിലീസ് ഫിറമോൺസ് ടു കൺട്രോൾ ദ ബിഹേവിയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കർ ബീസ്. അതായത് ഒരു തേനീച്ച കൂടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് അതിനെ റാണി ഈച്ചയാണ്. റാണി ഈച്ച ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകളാണ് ബാക്കി എല്ലാ തേനീച്ചകളെയും നിയന്ത്രിക്കുക. അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ വളർച്ച തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് റാണി ഈച്ച ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിറമോണുകളുടെ സഹായത്താലാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ റാണി ഈച്ച ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിറമോണുകളുടെ സാന്നിധ്യം കൊണ്ട് സ്വാം ക്ലസ്റ്ററിങ്, അതായത് കൂടുതലായിട്ട് തേനീച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തേനീച്ചകൾ കൂട്ടിൽ നിന്ന് വിട്ടുപോയി അടുത്ത ഒരു കൂടുണ്ടാക്കാനായിട്ടൊരു ശ്രമം നടത്തുന്ന സ്വാം ക്ലസ്റ്ററിങ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കൂടിന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ തേനീച്ചകൾ ഒരുമിച്ച് കൂട്ടമായിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പറന്നു മാറുക എന്നുള്ളത്. അതുപോലെ തന്നെ വർക്കറിൻ്റെ റീപ്രൊഡക്ഷനെ നിയന്ത്രിക്കുന്നു. വർക്കർ ഹൈവ് ഡിഫെൻസ്, അതായത് വർക്കർ ബീസിനെ അതിൻ്റെ ഹൈവ്, അതിൻ്റെയൊക്കെ തേനീച്ചക്കൂട് ഡിഫെൻഡ് ചെയ്യാനായിട്ട്, പ്രതിരോധിക്കാനായിട്ടുള്ള സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിന് ബ്രൂഡ് ഫീഡിങ്, അതായത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഭക്ഷണം എത്തിക്കുന്നതിന് ക്ലാമ്പ് ബിൽഡിംഗ് ആൻഡ് ക്ലീനിങ്, അതായത് ഈ തേനീച്ചകളുടെ കൂട് വൃത്തിയാക്കുന്നതിനും അതും ഉണ്ടാക്കുന്നതിനുമുള്ള സ്വഭാവം ഉണ്ടാക്കുന്നതിന് വർക്കർ ഫോറേജിങ്, അതായത് ഈ വർക്കർ ബീസ് അല്ലെങ്കിൽ ഡ്രോൺ ബീസ് എന്താണ് തേൻ കളക്ട് ചെയ്യുന്ന തുടങ്ങിയ എല്ലാ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ക്യൂൻ ബീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകൾ. അപ്പോൾ ക്യൂൻ ബീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണിൻ്റെ സാന്നിധ്യം കൊണ്ട് ഡ്രോണുകളും വർക്കേഴ്സും അതിൻ്റെ കൂടും കുഞ്ഞുങ്ങളെ വളർത്തുകയും തേൻ കളക്ട് ചെയ്യുന്ന തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ബി അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞതുപോലെ റാണി ഈച്ചയുടെ ഫിറമോണിൻ്റെ സാന്നിധ്യത്തിൽ വർക്ക് ചെയ്യപ്പെടുന്നത്. അതൊരു ദീർഘനാൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അങ്ങനെ ദീർഘനാൾ ഒരു ജീവിയിൽ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഫിറമോണുകളെയാണ് നമ്മൾ പ്രൈമർ ഫിറമോണുകൾ എന്ന് പറയുക. അതുപോലെ റോഡൻസിലും നമുക്ക് എലികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽസ് ഏർലി മെച്ചുറിറ്റി, മെയിൽ ഫിറമോൺസ് ക്യാൻ ട്രിഗർ ഏർലി പ്യൂബർട്ടി ഇൻ ഫീമെയിൽസ്. അതായത് എലികളിൽ ആണെലിയുടെ സാന്നിധ്യം പെണ്ണെലികൾ പെട്ടെന്ന് പ്രായമാകുന്നതിന് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടത്താൻ തക്ക വിധത്തിലേക്ക് പെട്ടെന്ന് ശരീര വളർച്ച എത്തുന്നതിന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആണെലികളുടെ സാന്നിധ്യം പെട്ടെന്ന് പെണ്ണെലികൾ റീപ്രൊഡക്ഷൻ നടത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വളർച്ചയിലേക്ക് പൂർത്തിയാക്കുന്നതിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ തരത്തിലുള്ള ഫിറമോണുകളെ നമ്മൾ അലാം ഫിറമോണുകൾ എന്നാണ് പറയുന്നത്. റിലീസ്ഡ് വെൻ ആനിമൽ സെൻസ് ഡേഞ്ചർ. ഒരു അപകടം തിരിച്ചറിഞ്ഞാൽ ആ അപകടത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൂടെയുള്ള ജീവികളെ അറിയിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളെയാണ് അലാം ഫിറമോണുകൾ എന്ന് പറയുക. വാണ്ട്സ് അതേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് ടു എസ്കേപ്പ് ഓർ പ്രിപ്പയർ ഫോർ ഡിഫെൻസ്. കൂട്ടത്തിലുള്ള ജീവികൾ ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനോ അല്ലെങ്കിൽ ഡിഫെൻസ് പ്രതിരോധം തീർക്കുന്നതിനോ ഇത്തരം അലാം ഫിറമോണുകൾ സഹായിക്കാറുണ്ട്. നല്ല ഉദാഹരണങ്ങൾ ആൻസിലും ബീസിലും നമുക്ക് കാണാൻ കഴിയും. നാലാമത്തെ ടൈപ്പ് ഫിറമോണുകളെ ട്രെയിൽ ഫിറമോൺ എന്ന് പറയും. ട്രെയിൽ എന്ന് പറഞ്ഞാൽ റെയിൽ എന്നപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാക്കാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ ഫിറമോണുകൾ ഇട്ടിട്ട് പോവുക. ഹെൽപ്പ് ആനിമൽ ഫൈൻഡ് ദെയർ വേ ടു ഫുഡ് ഓർ നെസ്റ്റിംഗ് സൈറ്റ്. ഭക്ഷണം കണ്ടെത്താനായിട്ടുള്ള വഴി കണ്ടെത്തുന്നതിനോ ഭക്ഷണം കണ്ടെത്തിക്കഴിഞ്ഞാൽ തിരിച്ച് കൂട്ടിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ
നെസ്റ്റിലേക്ക് തിരിച്ചു വരാനോ ഉള്ള വഴി കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഫിറമോണുകളെയാണ് നമ്മൾ ട്രെയിൽ ഫിറമോണുകൾ എന്ന് പറയുക. ആൻ എക്സാമ്പിൾ ആൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോൺ. ആൻസിലാണ് ഏറ്റവും നല്ല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഫിറമോണുകളുടെ ഈ പാത, ആ പാതയിൽ എന്തെങ്കിലും ഒരു തടസ്സമോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഫിറമോണുകൾ നീക്കം ചെയ്താൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റാതെ ഉറുമ്പുകൾ തിരിച്ച് ഇവിടെ ഫുഡ് ആദ്യം ഈ ട്രെയിൽ ഫിറമോൺ ഇട്ട് ഫുഡിൻ്റെ അടുത്തേക്ക് എത്തിയ ഈ ആൻസുകൾ അതിൻ്റെ ഇടയിൽ ഒരു വിഘാതം അല്ലെങ്കിൽ തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ടെർമൈറ്റ്സിലും ചിതലുകളിലും അതിൻ്റെ ചിതലുകൾ ഒരുമിച്ച് കൂടി ഇരിക്കുന്നതിന്, അതിൻ്റെ ഒരു കോളനിയായിട്ട് ഓർഗനൈസ് ചെയ്ത് ഇരിക്കുന്നതിന് ഇത്തരം ട്രെയിൽ ഫിറമോൺസ് സഹായിക്കാറുണ്ട്. അഞ്ചാമത്തെ തരത്തിലുള്ള ഫിറമോണുകളെ നമ്മൾ ടെറിട്ടോറിയൽ ഫിറമോണുകൾ എന്നാണ് പറയപ്പെടുന്നത്. യൂസ്ഡ് ടു മാർക്ക് ടെറിട്ടറി ആൻഡ് പ്രിവെൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. സാധാരണയായിട്ട് ഇൻട്രൂഷൻ അല്ലെങ്കിൽ ഒരു ജീവിക്കുന്ന ഒരു പ്രത്യേക ഏരിയ ഉണ്ട് അല്ലെങ്കിൽ പ്രത്യേക പ്രദേശമുണ്ട്. ആ പ്രദേശത്തെയാണ് നമ്മൾ ടെറിട്ടറി എന്ന് പറയുക. ആ ടെറിട്ടറി ഏതൊക്കെയാണെന്ന് അല്ലെങ്കിൽ ആ ചുറ്റുപാടുകളുടെ കൃത്യമായിട്ട് 4 അതിരുകളും മാർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തരംതിരിക്കാനായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിറമോണുകളെയാണ് നമ്മൾ ടെറിട്ടോറിയൽ ഫിറമോൺസ് എന്ന് പറയുക. അപ്പോൾ ടെറിട്ടോറിയൽ ഫിറമോൺസ് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ അത് വെച്ച് അതിൻ്റെ അതിർത്തി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രൂഷൻ, അതിനകത്തേക്ക് മറ്റു ജീവികൾ കടക്കുന്നത് തടയാൻ കഴിയും. ഫൗണ്ട് ഇൻ യൂറിൻ, ഫീസസ് ആൻഡ് ഗ്ലാൻഡ് സെക്രീഷൻസ്. സാധാരണയായിട്ട് യൂറിൻ, മൂത്രത്തിൽ, ഫീസസ് അല്ലെങ്കിൽ വിസർജ്യങ്ങളിൽ, ഗ്ലാൻഡ് സെക്രീഷൻസ്, ഏതെങ്കിലും ഗ്ലാൻഡുകളിലൂടെ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. എക്സാമ്പിൾസ് ടൈഗേഴ്സ് ആൻഡ് ലയൺസ്. ലയൺസും ടൈഗേഴ്സും ഇത്തരം ഫിറമോണുകൾ, ടെറിട്ടറി ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീവജാലങ്ങളാണ്. മാർക്ക് ദെയർ ടെറിട്ടറി ബൈ സ്പ്രേയിങ് യൂറിൻ മിക്സഡ് വിത്ത് ഫിറമോൺസ്. ഇപ്പോൾ ഇങ്ങനെ യൂറിൻ സ്പ്രേ ചെയ്തും ഈ യൂറിനകത്ത് ഫിറമോണുകൾ ഉണ്ടാവും. ആ ഫിറമോണുകൾ ഉപയോഗിച്ചിട്ട് ടെറിട്ടറി മാർക്ക് ചെയ്യും. ഡോഗ്സ് ആൻഡ് വോൾസ് മാർക്ക് ഏരിയാസ് വിത്ത് സെൻറ്റ് ഗ്ലാൻഡ്സ് ടു എസ്റ്റാബ്ലിഷ് ഡോമിനൻസ്. അതുപോലെ തന്നെ ചെന്നായ്ക്കളും പട്ടികളും അവയുടെയൊക്കെ സെൻറ്റ് ഗ്ലാൻഡ്സ് ഉണ്ട്. അതിൻ്റെ ഈ ഏനൽ ഗ്ലാൻഡിനോട് ഡോഗ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏനൽ ഏരിയയോട് ചേർന്നിട്ട് ഗ്ലാൻഡ്സ് ഉണ്ട്, സെൻറ്റ് ഗ്ലാൻഡ്സ് ഉണ്ട്. അതായത് പ്രത്യേക മണം അല്ലെങ്കിൽ ഗന്ധം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള സെക്രീഷൻസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ അത് ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അത് എത്തിപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ അത്തരം ഈ സെൻറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഇത്തരം സെക്രീഷൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യാറുണ്ട്. അവസാന തരത്തിലുള്ള അല്ലെങ്കിൽ 6ാമത്തെ ടൈപ്പ് ഫിറമോണുകളാണ് അഗ്രഷൻ ഫിറമോൺസ്. യൂസ്ഡ് ടു അട്രാക്ട് അതേഴ്സ് ടു സ്പെസിഫിക് ലൊക്കേഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മറ്റുള്ളവരെ ക്ഷണിച്ചു വരുത്തുക അല്ലെങ്കിൽ ആകർഷിച്ച് വരുത്തുന്ന തരത്തിലുള്ള ഫിറമോണുകളെയാണ് നമ്മൾ അഗ്രഷൻ ഫിറമോണുകൾ എന്ന് പറയുക. ഹെൽപ്പ് ഇൻ ഗ്യാതറിംഗ് ഫോർ പ്രൊട്ടക്ഷൻ, മേറ്റിംഗ് ഓർ ഫുഡ് സെർച്ച്. ഇത് പ്രത്യേകിച്ച് വേണ്ടി വരുന്നത് ഒന്നുകിൽ പ്രൊട്ടക്ഷൻ, അതായത് ഒറ്റയ്ക്കേ ഉള്ളൂ, കൂട്ടമായ ഒരു ആക്രമണം വരുന്നു, അപ്പോൾ കൂട്ടമായിട്ട് ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ള തോന്നൽ ഒരു ജീവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഫിറമോണുകൾ ഉൽപ്പാദിപ്പിച്ച് കൂടെയുള്ളവരെ കൂട്ടി കൂടാണെങ്കിലോ അല്ലെങ്കിൽ മേറ്റാണെങ്കിലോ കുഞ്ഞുങ്ങളെ ആണെങ്കിലോ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധം തീർക്കാനായിട്ട് ഇത്തരം അഗ്രഷൻ ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. മേറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഇണയെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കണ്ടെത്താനായിട്ട് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത്തരം അഗ്രഷൻ ഫിറമോണുകൾ ജീവജാലങ്ങൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഏറ്റവും നന്നായിട്ട് ഇത്തരം ഫിറമോണുകൾ കാണാൻ കഴിയുന്നത് ബീറ്റിൽസിനാണ്, ചെറിയ ചെറിയ വണ്ട് പോലെയുള്ള അല്ലെങ്കിൽ പ്രാണികളിലാണ്. റിലീസ് കെമിക്കൽസ് ടു അട്രാക്ട് അതേഴ്സ് ടു ഫീഡിങ് സൈറ്റ്. അതായത് ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം കണ്ടെത്തി കഴിഞ്ഞാൽ അവിടേക്ക് മറ്റു കൂടെയുള്ള പ്രാണികളെ ക്ഷണിച്ചു വരുത്തുക അല്ലെങ്കിൽ ആകർഷിക്കാനായിട്ട് ഇത്തരം ഫിറമോണുകൾ അന്തരീക്ഷത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് തിരിച്ചറിഞ്ഞ് അവിടേക്ക് മറ്റ് കൂടെയുള്ള അല്ലെങ്കിൽ അതേ സ്പീഷീസിൽ വരുന്ന പ്രാണികൾ അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ലോക്കസ്റ്റ്, സാധാരണയായിട്ട് നമ്മുടെ വെട്ടുകിളി എന്ന് പറയുന്ന പുൽച്ചാടി പോലെയുള്ള ജീവജാലങ്ങൾ, ഈ വെട്ടുകിളികൾ വളരെ മാസമായിട്ട് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിനായിട്ട് എന്ത് ചെയ്യും, ഈ പാടങ്ങളിലേക്ക് അല്ലെങ്കിൽ പുല്ലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഒരു പുല്ലുള്ള സ്ഥലങ്ങളിലേക്ക് വെട്ടുകിളി കൂട്ടം എത്തിപ്പെടുന്നത് ഇത്തരം അഗ്രഷൻ ഫിറമോണുകളുടെ സഹായത്താലാണ്. ഇത്രയുമാണ് ഫിറമോണുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളത്. ഇനി ആ ഫിറമോണിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് കെമിക്കൽ സിഗ്നലിംഗ് ഇൻ വൈൽഡ് ലൈഫ്. അതായത് ഈ കെമിക്കൽ സിഗ്നലിങ്ങിൽ വൈൽഡ് ലൈഫിൽ ഉള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഫിറമോണുകളുടെ പ്രാധാന്യം. ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷനാണ്. പരസ്പരം ആശയവിനിമയം നടത്താൻ ഫിറമോണുകൾ സഹായിക്കുന്നു. ഹെൽപ്പ് ആനിമൽ ഷെയർ ഇൻഫർമേഷൻ അബൌട്ട് ഫുഡ്, മെയ്റ്റ്സ് ആൻഡ് ഡേഞ്ചർ. അതായത് ഭക്ഷണത്തെക്കുറിച്ചോ ഇണയെക്കുറിച്ചോ അപകടത്തെക്കുറിച്ചുള്ള സൂചന നൽകാനായിട്ട് ഫിറമോണുകൾ സഹായിക്കാറുണ്ട്. സോഷ്യൽ ഇൻസെക്ട്സ്
ലൈക്ക് ബീസ് ആൻഡ്സ് റിലേ കംപ്ലീറ്റ്ലി ഓൺ കെമിക്കൽ സിഗ്നൽസ്. ഈ സോഷ്യൽ ഇൻസെക്ട്സ്, അതായത് ഒരുമിച്ച് കൂട്ടമായിട്ട് കാണപ്പെടുന്ന പ്രാണികൾ, പ്രത്യേകിച്ചും തേനീച്ചകളും ഉറുമ്പുകളും പൂർണ്ണമായിട്ടും ഫിറമോണുകളുടെ സഹായത്താലാണ് അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് റീപ്രൊഡക്ഷൻ. മെനി ആനിമൽസ് യൂസ് ഫിറമോൺസ് ടു അട്രാക്ട് മീറ്റ്സ്. മിക്കവാറും ജീവജാലങ്ങൾ ഇണയെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ഇണയെ തിരിച്ചറിയാനായിട്ട് ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. എൻഷുർ സക്സസ്ഫുൾ റീപ്രൊഡക്ഷൻ ആൻഡ് സർവൈവൽ ഓഫ് സ്പീഷീസ്. ഇങ്ങനെ ഫിറമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇണയെ കണ്ടെത്തുന്നത് മൂലം സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇണയെ കണ്ടെത്തുന്നതിനും റീപ്രൊഡക്ഷൻ നടത്തുന്നതിനും അതിൻ്റെ വംശം നിലനിർത്തുന്നതിനും ഇത്തരം ഫിറമോണുകൾ സഹായിക്കാറുണ്ട്. സോഷ്യൽ ഓർഗനൈസേഷൻ. ഇൻസെക്ട്സ് ലൈക്ക് ബീസ് ആൻഡ് ടെർമൈറ്റ്സ് യൂസ് കെമിക്കൽ സിഗ്നൽ ടു മെയിൻറ്റെയിൻ ഓർഡർ ഇൻ ദ കോളനി. തേനീച്ച എടുത്താലും ചിതലുകൾ എടുത്താലും ഉറുമ്പുകൾ എടുത്താലും അതിൻ്റെ കോളനി, അതിൻ്റെ ആ ഒരു കോളനിയായിട്ട് അത് കാണപ്പെടുന്നത്, ആ കോളനിയുടെ സ്ട്രക്ചർ, ഘടന നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഫിറമോണുകൾ അത്യന്താപേക്ഷിതമാണ്. ഫിറമോണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പരസ്പരം പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് ആ ഒരു കോളനി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷന് ഫിറമോണുകൾ സഹായിക്കാറുണ്ട്. ക്യൂൻ ഫിറമോൺസ് കൺട്രോൾ വർക്കർ ബിഹേവിയർ ആൻഡ് റീപ്രൊഡക്ഷൻ. വർക്കേഴ്സിൻ്റെ ബിഹേവിയറും റീപ്രൊഡക്ഷനും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് റാണീച്ചയാണ്, ഒരു തേനീച്ചക്കൂട്ടിൽ. അപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് നാലാമത്തത് പ്രൊട്ടക്ഷൻ ആൻഡ് ഡിഫെൻസ്. അലാം ഫിറമോൺസ് ഹെൽപ്പ് ആനിമൽസ് ഓൺ ഈച്ച് അതർ ഫോർ പ്രെഡേറ്റേഴ്സ്. അലാം ഫിറമോൺസ് അല്ലെങ്കിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവജാലങ്ങളിൽ അപകടത്തെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അപകടത്തിൻ്റെ സാന്നിധ്യം കൂടെയുള്ളവർക്ക് അറിയിക്കാനായിട്ട് ഫിറമോണുകൾ സഹായിക്കാറുണ്ട്. സം ആനിമൽസ് റിലീസ് ഡിഫെൻസ് കെമിക്കൽസ് ടു സ്കെയർ എനിമീസ്. സാധാരണയായിട്ട് ചില ആനിമൽസ് എനിമീസിനെ, തൻ്റെ പിടിക്കാൻ വരുന്ന പ്രാണികളെ പേടിപ്പിക്കാനായിട്ട് കെമിക്കലുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫിറമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിനെ ഡിഫെൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫെൻസ് ചെയ്യാറുണ്ട്. അവസാനത്തേത് നാവിഗേഷൻ ആൻഡ് ഹണ്ടിങ്. പ്രെഡേറ്റേഴ്സ് ആൻഡ് പ്രേ യൂസ് കെമിക്കൽ ക്യൂസ് ടു ലൊക്കേറ്റ് ഈച്ച് അതർ. സാധാരണയായിട്ട് നാവിഗേഷൻ, ഒരു പ്രേയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രെഡേറ്റർ ആ പ്രേയെ തിരിച്ചറിയാനായിട്ട്, പലപ്പോഴും പ്രേയെ തിരിച്ചറിയാനായിട്ട് സ്മെല്ല് അല്ലെങ്കിൽ ഫിറമോണുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പരസ്പരം തിരിച്ചറിയാനായിട്ട്, ഒരു ജീവിയുടെ കൂട്ടത്തിലുള്ള ഇണയാകാം അല്ലെങ്കിൽ അതിൻ്റെ സെയിം സ്പീഷീസിലുള്ള ജീവജാലങ്ങൾ തമ്മിൽ തിരിച്ചറിയാനായിട്ടും ഇത്തരം ഫിറമോണുകൾ സഹായിക്കാറുണ്ട്. സം ആനിമൽസ് ഫോളോ ഫിറമോൺസ് ട്രെയിൽ ടു ഫൈൻഡ് ഫുഡ്. ഉറുമ്പ് പോലെയുള്ള ജീവജാലങ്ങളാണെങ്കിൽ ട്രെയിൽ ഫിറമോൺ ഉപയോഗിച്ചിട്ട് ഭക്ഷണം കണ്ടെത്താനായിട്ടും തിരിച്ചു കൂട്ടിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നെസ്റ്റിലേക്ക് തിരിച്ചു വരാനായിട്ടും ഇത്തരം ഫിറമോണുകൾ സഹായിക്കാറുണ്ട്. ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് കെമിക്കൽ സിഗ്നലിംഗ് ഇൻ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗത്തെ പോയിന്റ്. പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് ഇമ്പോർട്ടൻസ് ഓഫ് കെമിക്കൽ സിഗ്നലിംഗ് ഇൻ വൈൽഡ് ലൈഫ് എന്ന വിഭാഗത്തിലുള്ളത്. അടുത്തത് എക്സാമ്പിൾസ് ഓഫ് ഫിറമോൺ യൂസ് ഇൻ ആനിമൽ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ്. ചില എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. എലഫൻസിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, മെയിൽ ഇൻ മസ്റ്റ് റിലീസ് ഫിറമോൺസ് ദാറ്റ് സിഗ്നൽ ദെയർ റെഡിനെസ് ടു മീറ്റ്. കൊമ്പനാനകൾ മസ്ത്, അതായത് അതിന് മദമിളകുന്ന സമയത്ത് മസ്ത് ഗ്ലാൻഡിൽ നിന്ന്, മദം പാടുണ്ടാകുന്ന ഗ്ലാൻഡിൽ നിന്നും ഫിറമോണുകൾ, പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഫിറമോണുകൾ കൂടുന്ന സമയത്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യുൽപാദന ശേഷി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ആനയ്ക്ക് മദമിളകുക. അപ്പോൾ മസ്ത് ഗ്ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകൾ അതിൻ്റെ റീപ്രൊഡക്ഷൻ നടത്താനായിട്ടുള്ള റെഡിനെസ്, തയ്യാറാകൽ അല്ലെങ്കിൽ ഞാൻ തയ്യാറാണ് എന്നുള്ള സൂചന നൽകുന്നതിന് ഈ ഫിറമോണുകൾ സഹായിക്കാറുണ്ട്. ഫീമെയിൽ എലഫൻസ് റിലീസ് റീപ്രൊഡക്റ്റീവ് ഫിറമോൺസ് ടു അട്രാക്ട് മെയിൽസ്. അതുപോലെ തന്നെ പിടിയാനകൾ ആണാനകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ വശീകരിക്കാനായിട്ട് ഫിറമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആണാനകളെ അല്ലെങ്കിൽ കൊമ്പനാനകളെ അട്രാക്റ്റ് ചെയ്യുന്നതിനും ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ലയൺസ് ആൻഡ് ടൈഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂസ് സെൻറ്റ് മേക്കിംഗ് ടു എസ്റ്റാബ്ലിഷ് ടെറിട്ടറി ആൻഡ് അട്രാക്ട് മെയ്റ്റ്സ്. ലയണും ടൈഗറുകളും അതിൻ്റെ യൂറിനിൽ അടങ്ങിയിരിക്കുന്ന ഫിറമോണുകൾ ഇണയെ കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നതിനും ഫിറമോണുകൾ ഉപയോഗിക്കാറുണ്ട്. യൂറിൻ ആൻഡ് ഗ്ലാൻഡ് സെക്രീഷൻസ് കണ്ടെയ്ൻ കെമിക്കൽ സിഗ്നൽസ്. ആൻസ് ആൻഡ് ടെർമൈറ്റ്സ്, ഉറുമ്പുകളും ചിതലുകളും കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഫിറമോൺസ് ട്രെയിൽസ് ഫോർ ഫുഡ് ആൻഡ് കോളനി ഡിഫെൻസ്. സാധാരണയായിട്ട് ആൻഡും ടെർമൈറ്റ്സുമൊക്കെ ട്രെയിൽ ഫിറമോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കണ്ടെത്തുന്നതും ഭക്ഷണം കണ്ടെത്തുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് കോളനീസിലേക്ക് തിരിച്ചെത്തുന്നതും ട്രെയിൽ ഫിറമോണുകൾ ഉപയോഗിച്ചിട്ടാണ്.
അലാം ഫെറമോൺസ് ട്രിഗർ കോർഡിനേറ്റഡ് അറ്റാക്സ്. സാധാരണയായിട്ട് തേനീച്ചക്കൂടിലും ഉറുമ്പിൻ്റെ കൂട്ടിലുമൊക്കെ പുറത്തുനിന്നുള്ള ജീവിയുടെ അറ്റാക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അലാം ഫെറമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ അലാം ഫെറമോണുകൾ ഉപയോഗിച്ചാൽ കോളനിയിലുള്ള എല്ലാ ജീവജാലങ്ങളും റെഡി ആയിട്ടിരിക്കും ആ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. ബീസ്, ക്യൂൻ ബീസ് റിലീസ് ഫെറമോൺസ് ടു കൺട്രോൾ ദ ഹൈവ്. സാധാരണയായിട്ട് ഒരു തേനീച്ചക്കൂട്ടിൽ ഒരു റാണീച്ച ഉണ്ടാകത്തുള്ളൂ. ആ ഒരു റാണീച്ച ഉൽപ്പാദിപ്പിക്കുന്ന ഫെറമോണുകളുടെ സാന്നിധ്യം കൊണ്ട് ദീർഘനാൾ ആ കൂടിലെ വർക്കേഴ്സും ഡ്രോൺസും അതിൻ്റെ ജോലികൾ, അതിനെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ മാത്രം ചെയ്തുകൊണ്ട് ദീർഘനാൾ ആ ഹൈവിനെ സംരക്ഷിച്ചു കൊണ്ടുപോകും. ഒന്നിലധികം റാണീച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ഉണ്ടാകുന്ന റാണീച്ചയുടെ കൂട്ടത്തോട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറേ ഡ്രോണും വർക്കേഴ്സും വേർപെട്ട് പോയി പുതിയ ഹൈവ് ഉണ്ടാക്കുകയും ചെയ്യും. വർക്കർ ബീസ് യൂസ് കെമിക്കൽ സിഗ്നൽസ് ടു വാൺ ഓഫ് ഇൻട്രൂഡേഴ്സ്. അതുപോലെ തന്നെ വർക്കർ ബീസ് ഉണ്ട്, അതായത് ഈ തേനീച്ചക്കൂട്ടിലേക്ക് കടന്നു വരുന്ന കടന്തൽ പോലെയുള്ള ജീവജാലങ്ങൾ വന്ന് അതിനെ പിടിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ അപകടം കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വർക്കർ ബീസ് കെമിക്കൽ അല്ലെങ്കിൽ അലാം ഫെറമോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇത്തരം അല്ലെങ്കിൽ ഡേഞ്ചറിനെ ഡിഫെൻസ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത്രയും വിശദാംശങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഏതൊക്കെ തരത്തിലുള്ള ഫെറമോണുകളാണ് ഉള്ളത്. 6 തരത്തിലുള്ള ഫെറമോണുകൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ വൈൽഡ് ലൈഫിലുള്ള പ്രാധാന്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഫെറമോൺസ് അല്ലെങ്കിൽ കെമിക്കൽ സിഗ്നലിംഗ് ഇൻ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ടും ഈ ഒരു പാഠഭാഗം നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന ഒരു പാഠഭാഗമാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെറമോൺസ് എന്ന് ചോദിക്കാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം, അതിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാം. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് 10 മാർക്കിൻ്റെ ഒരു എസ്സേ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാം, അതുപോലെ 1 മാർക്ക് ചോദ്യങ്ങൾ വരാം. ഇമ്പോർട്ടൻസ് ഓഫ് കെമിക്കൽ സിഗ്നലിംഗ് ഇൻ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന 2 മാർക്ക് ചോദ്യങ്ങൾ വരാം. അങ്ങനെ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠഭാഗമാണ് ഈ കെമിക്കൽ സിഗ്നലിംഗ് ഇൻ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഈ ക്ലാസ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.